എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഈ സുഖം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ എന്താ ഈ സുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എല്ലാവരും ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കസിൻസിനെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും സുഖാണോ? അപ്പൊ അവർ പറയും സുഖം. നിങ്ങൾക്ക് എങ്ങനെയാ? ഓക്കെ ഫൈൻ കൊള്ളാം ഓക്കെ എന്നൊക്കെ പറയും. പക്ഷെ ഈ സുഖം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. നമുക്കൊരു ജസ്റ്റ് വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ സുഖം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ശരിക്കും? അതാ നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല രീതിയിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാണ്. ഈ നജ്മ പറഞ്ഞല്ലോ ആ സുഖാണ് അൽഹംദുലില്ലാ സുഖാണ് അല്ലെ, അല്ലെങ്കിൽ ദൈവം സഹായിച്ച് സുഖാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ നമുക്കറിയാം നമ്മളുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാം. ഇന്നത്തെ നഷി സ്കിൽസിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. എന്താണ് ബാരിയർ? ബാരിയർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ബാരിയർ എന്താണ്? ബാരിയർ തടസ്സങ്ങളാണ്. തടസ്സങ്ങൾ, അതെ തടസ്സങ്ങളാണ്. ശരിക്കും തടസ്സം എന്ന് വെച്ചാൽ എന്താ? ഈ തടസ്സം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ തടസ്സം? കണ്ടിട്ടുണ്ടോ തടസ്സം? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തടസ്സം? ഇല്ല. ശരിക്കും പറഞ്ഞാൽ തടസ്സം എന്നൊരു സംഗതി ഇല്ല. ഇതെല്ലാം നമ്മളുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ മൈൻഡാണ് ഈ തടസ്സം. നമ്മുടെ നമ്മുടെ മനസ്സ് തന്നെയാണ്. അത് തന്നെയാണ് ആദ്യത്തെ വില്ലൻ. നമ്മൾ എല്ലാവരും ക്ലിയർ ചെയ്യേണ്ടത് ആരെ തന്നെയാ? നമ്മുടെ മനസ്സിനെ തന്നെ. റീന പറയുന്നത് ശരിയാ, മനസ്സാണ്. നമ്മൾ ഒരു തടസ്സം എന്നുള്ള സംഭവം ഇല്ല. നമ്മളെ മനസ്സ് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളോട് പറയാം നീ ചെയ്യാൻ പോണ്ട്, ചെയ്യില്ല അതെല്ലാം കൊള്ളാവും ഇങ്ങനെയല്ലേ പറയാൻ പോണത്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോകും, അപ്പൊ തന്നെ പറയും ഇത് ചെയ്താൽ ശരിയാവൂല, ഇന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. അതാ ഒരു കോൺഫിഡൻസ് ഉണ്ടാവൂല. അതായത് ഇന്ന് ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ എന്ത് ചെയ്താലും ശരിയാവൂല എന്ന് ഒരാൾ ഇങ്ങനെ ഇന്റേണലി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. അങ്ങനെ പറയുമ്പോ നമ്മൾ വിചാരിക്കും ശരിയാവൂല. സത്യം പറയാലോ, നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ 2 ടൈപ്പ് മൈൻഡാ ഉള്ളത്. ശരിക്കും പറയുമ്പോൾ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറയും. യെസ്, നെഗറ്റീവ് തോട്ട്സ് വരുള്ളൂ. യെസ് എക്സാക്ട്ലി. ഫസ്റ്റ് നമുക്ക് വരുന്നത് നെഗറ്റീവ് തോട്ട്സാ. ശരിക്കും ഇത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിനെ മെയിൻലി കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് അങ്ങനെയാണ് മൈൻഡ് ഉള്ളത്. പക്ഷെ നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ വില്ലിങ്നെസ്, നമ്മളുടെ അവയർനെസ്, ഞാൻ ഇന്നത് ചെയ്തു, അതായത് ഞാൻ ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് നമ്മളുടെ കോൺഷ്യസ്നെസ്സിലുള്ളത്. നമ്മൾ ബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് ആരാന്നറിയാമോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാൻ പോവാം. എല്ലാവരും അതിനുള്ള ഒരു മറുപടി പറയണം. ഓക്കെ, ഫസ്റ്റ് ആർക്ക് വേണേലും എല്ലാവരും പറയണം. അപ്പൊ ഫസ്റ്റ് ആർക്ക് വേണേലും പറയാം, ഞാൻ വിളിക്കാതെ തന്നെ ഓരോരുത്തർ പറയാം. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച ഒരു കാര്യം ഉണ്ടോ? അതെന്താണ്? ഫസ്റ്റ് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോ ചിന്തിച്ച കാര്യം എന്താണെന്ന് പറയണം. എല്ലാരും പറയണം. ഫസ്റ്റ് ആരാ പറയുന്നേ? ലൗഷി പറയാമോ? വീട്ടിലെ കാര്യങ്ങളായിരിക്കും. വീട്ടിലെ കാര്യം എന്ന് പറയുമ്പോ എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് ഇപ്പൊ രാവിലെ കുട്ടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നമ്മളെന്താണ് ഫുഡ് വെക്കണം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇതാക്കണം എന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് മെയിനായിട്ട് നമ്മളുടെ ചിന്ത. ലൗഷിന്റെ ചിന്ത. താങ്ക് യു ഫസ്റ്റ് പറഞ്ഞതിന് ഒരു മടിയില്ല പറഞ്ഞിട്ട് ആൾക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി ഇടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം.
വിളിക്കുമ്പോൾ നമ്മൾ പറയുക എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരുമിച്ച് നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇപ്പൊ ലൗഷി പറഞ്ഞ എന്താ, നമ്മൾ രാവിലെ വിചാരിക്കുക, സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ടിപ്പിക്കൽ വീട്ടമ്മയാണ് നമ്മൾ എന്ത് വിചാരിക്കുക, അല്ല തലേന്ന് വെച്ച ദോശന്റെ പുളി മാവിന് പുളി ഉണ്ടോ, അല്ലെങ്കിൽ നാളെ കറി എന്തുണ്ടാക്കും, പുട്ടിന് കറി എന്തുണ്ടാക്കും, അത് കൊടുത്താൽ പിള്ളേര് കഴിക്കോ, ഇത് കൊടുത്താൽ പിള്ളേര് കഴിക്കോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ടീനു എന്താ ഇന്ന് രാവിലെ എണീച്ചപ്പോ ആലോചിച്ചത്? ഇന്നിനി എന്ത് ചെയ്യും, ഇന്നിനി എന്തൊക്കെ ചെയ്യും, എന്താണ് ഇനി ചെയ്യാൻ പോണേ, അതായത് നമ്മള് പോസിറ്റീവ് ആയിട്ടല്ല, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യും, ഇനി എന്തൊക്കെയാണ് ഇനി എന്ന്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. സുബിയ എന്താ ചിന്തിച്ചത്? രാവിലെ മക്കൾക്ക് എന്താ ഫുഡ് ഉണ്ടാക്കേണ്ടത് അതാ നമ്മളുടെയൊക്കെ ഒരു ആവലാതിയാണ്. താങ്ക് യു. നമ്മുടെയൊക്കെ ഒരു ആവലാതിയാണ്, ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കും, ഇത് എന്ത് ചെയ്യും. നജ്മ എന്ത് ചിന്തിച്ചു രാവിലെ എണീച്ചപ്പോ ചിന്തിച്ചത്? ഞാന് എന്താ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ തലേന്ന് തന്നെ എന്തൊക്കെ ചെയ്യേണ്ടത് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പണികൾ എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ളതായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ ഓരോന്ന് ചെയ്ത് തീർക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാമല്ലോ, അതായത് പഠിക്കാനുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? റംസി, മിമ്മി, ഷീബ, ആരെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫുഡോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? ഡിഫറെന്റ് ആയിട്ട് ഞാൻ ചിന്തിക്കൂല, മിക്കവരും തന്നെയൊക്കെ ചിന്തിക്കുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോള് ചിന്തിച്ചത് വെച്ചാൽ മോന്റെ സ്കൂളിൽ പോകണം, അപ്പൊ അതിക്ക് മുമ്പ് പണിയൊക്കെ വേഗം കഴിക്കണം, അങ്ങനെ ഒരു ചിന്തയിൽ കൂടെ എണീറ്റ് വന്നത്. നമ്മളെല്ലാരും ചിന്തിക്കുക എന്താ വെച്ചാൽ നമ്മള് രാവിലെ എണീക്കുക, അതായത് തലേന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ തലേന്ന് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബെഡിലെ ചിന്ത അതായിരിക്കും, നേരം വെളുത്ത് എണീക്കുമ്പോഴും നമ്മുടെ ചിന്ത അതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ മനസ്സിന് 2 തലങ്ങളാ ഉള്ളത്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. നമ്മുടെ 90% സ്വഭാവവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഈ ഉപബോധ മനസ്സിനെ നമ്മൾ എത്രമാത്രം ട്രെയിൻ ചെയ്തെടുക്കുന്നോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. ഈ 90% നമ്മൾ ഈ ബോധത്തിൽ ചെയ്യണ ഒരു കാര്യമല്ല, നമ്മളുടെ ലൈഫില് നമ്മൾ രാത്രി കിടക്കണേന് മുമ്പുള്ള 1 മണിക്കൂറും രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറും ഏറ്റവും വാല്യുബിൾ. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് കാസ്റ്റിൽ പെട്ടവരായാലും, ഞാൻ ദൈവം എന്ന് പറഞ്ഞോളൂ, അള്ളാഹ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞില്ല, ഈശോ എന്ന് പറഞ്ഞില്ല, നിങ്ങളത് വിശ്വസിക്കുന്ന ഒരു ദൈവം. അതല്ലെങ്കിൽ ഈ നിരീശ്വരവാദികൾ ഉണ്ടാവും, അതായത് വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും, അവർ വിശ്വസിക്കുന്നുണ്ട്, അവർ ചില എത്തിക്സിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി, ഈ പ്രപഞ്ച ശക്തിയെ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എണീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. അതായത് ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാക്കിയതിന് നന്ദി. നമ്മൾ ഏറ്റവും നന്ദിയായിട്ടിരിക്കുക. ഒരു ദിവസം നമുക്കൊരു ഫ്രഷ് ഡേ കിട്ടിയേക്കാണ്, നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കിട്ടിയ, ഇത്തരത്തിലൊരു പുതിയ ദിവസം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കുന്നത്, എനിക്ക് ഏറ്റവും ആരോഗ്യമുള്ള ദിവസമായിരിക്കുന്നത്, എന്റെ മക്കളുടെ കൂടെ ഞാൻ ഏറ്റവും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ദിവസമായിരിക്കും, എന്റെ ഹസ്ബൻഡുമായിട്ട് ഏറ്റവും ഹെൽത്തി റിലേഷൻഷിപ്പ് വെക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെ എന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരിക്കലും നമ്മളെ ഇനി എന്ത് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഇന്നലത്തെ പ്രശ്നങ്ങളോ ഒന്നല്ല, ഇന്നത്തെ ദിവസം, ആ ദിവസത്തിന് നന്ദി പറഞ്ഞു നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. സത്യം 100% ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള, ചെയ്തിട്ടുള്ളതാ, വെറുതെ പറയുന്നല്ല, നമ്മൾ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാണ്. ഏറ്റവും നല്ല ദിവസം, ദിസ് ഇസ് ദ ബെറ്റർ ഡേ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക. ഏറ്റവും നല്ല ദിവസമായിരിക്കും അത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പോസിറ്റീവായിട്ട് പോകും. അതല്ലാതെ നമ്മൾ നേരം വെളുത്ത് എണീച്ച് കിച്ചണിൽ പോയി പതിയെ ജനലൊക്കെ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സഫിയയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ നന്ദനയോ ഒന്നും എണീച്ചിട്ടില്ല, ലൈറ്റ് ഒന്നും ഇട്ടില്ല, അവര് രാവിലെ എണീച്ച് നിസ്കാരമൊന്നുമില്ല, അവര് രാവിലെ എണീച്ച് വിളക്കൊന്നും വെക്കണില്ല, പ്രാർത്ഥനയൊന്നുമില്ല, മറ്റുള്ളവരെ കുറിച്ച് നല്ല നെഗറ്റീവൊക്കെ ആയിട്ട് ചിന്തിച്ച് നമ്മൾ
നോക്കുന്നിടത്തൊക്കെ എല്ലാരും കിടന്നുറങ്ങാം, ഞാൻ മാത്രം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ ദിവസം എന്റെ ജന്മം എങ്ങനെയായി, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് വേറൊരു ലൈഫ് വേണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മളുടെ ലൈഫ് എൻറ്റയർ ലൈഫ് നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ടേ പോകും. അതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇന്ന് എന്റെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസമാണ്, ദിസ് ദ ബെസ്റ്റ് ഡേ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അതൊക്കെ ബെസ്റ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എത്തിക്കുന്നത്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു സംഭവമുണ്ട്. നമ്മൾ നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുക, നമ്മുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുക, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ പതിയെ 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 സ്വപ്നം കണ്ട് ചെന്നാൽ യെസ് റീന, വെരി ഗുഡ്. ഇത്തരത്തിൽ സ്വപ്നം കണ്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും എന്ന് അറിയാമോ? നമ്മൾ ഉറങ്ങാൻ പോണേ മുമ്പ് എന്താണോ ചിന്തിക്കണേ, ആവലാതിയോടും വേവലാതിയോടും കൂടി ഓഫീസിലെ പ്രശ്നങ്ങളും മദർ ഇൻ ലോ ആയിട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പോകും. ആ ഉറക്കത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം എന്തായിരിക്കും? അതെല്ലാം ഇത്തരത്തില് ആ നെഗറ്റീവ് തോട്ട്സ് ആണ് ഫുള്ള് എൻറ്റയർ നമ്മളുടെ സ്വപ്നങ്ങള്. നമ്മൾ ഏത് കാര്യത്തില് ഇന്ന് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ബാരിയേഴ്സ്, തടസ്സം. ഈ തടസ്സം ഒന്നും ഇന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഈ ചെറിയൊരു ഡോട്ടാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഒരു വലിയ സർക്കിൾ ഉണ്ട്. ഈ സർക്കിൾ മൊത്തം അതിന്റെ സൊല്യൂഷനാ. പക്ഷെ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണേ? നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യും? ഡോട്ടില്. ആ ഡോട്ടിലാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണു പോണത്. 24 മണിക്കൂർ ആ ഡോട്ടിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആ പ്രശ്നത്തെ ഇങ്ങനെ വലുതാക്കി 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 ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കൊണ്ടുപോവാ. പക്ഷെ നമ്മൾ ഇതിന്റെ ചുറ്റുമുള്ള ഫുൾ സർക്കിളിലുള്ള സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷനിൽ എത്തിയാൽ പിന്നെ വല്ല പ്രശ്നം ഉണ്ടാവും. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? പ്രശ്നങ്ങളെയല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അതിനുള്ള പരിഹാരത്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒരാൾക്കും പ്രശ്നമില്ലാത്തില്ല. നമ്മൾ വിചാരിക്കും അപ്പുറമുള്ളവർക്ക് എന്തുണ്ട്, ഒരമ്മയുടെ 2 മക്കളാണെങ്കിലുണ്ടല്ലോ, ഒരേ വയറ്റിൽ പിറന്ന 2 മക്കള്, ഒരാൾക്ക് കാറ്, വീട്, ബിസിനസ് മീറ്റ്, ഹൈ ക്ലാസ് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ. പക്ഷെ മറ്റൊരുത്തനാണെങ്കിലോ ദിവസവും പ്രശ്നങ്ങൾ, അടി പിടി കുടി വലി, ഇതെല്ലാം എന്താ 2 അമ്മേന്റെ മക്കളാണ്. പക്ഷെ എന്താണ്, ഓരോരുത്തരും അവരുടെ ജീവിതത്തിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കലും ഒരാളും സമ്പന്നതയിൽ ജനിക്കുന്നില്ല. പറയാ അവര് ജനിച്ചപ്പോ അവരുടെ വീട്ടിൽ പൈസ ഉണ്ടായി. എത്ര പൈസ ഉണ്ടായാലും ഒരു ബിസിനസ്സോ എന്തും തന്നാൽ ഏറ്റവും ലോ പൊസിഷനിലെത്താം, ഏറ്റവും താഴ്ന്ന കിടക്കാൻ ഏറ്റവും മുകളിലെത്താം. ഇതൊക്കെ അവരുടെ ഒരു വില്ലിങ്നെസ് ആണ്, ഒരു വിൽ പവർ ആണ്. ഇത്തരത്തിലുള്ള ഒരു വിൽ പവർ ആണ് നമുക്ക് ലൈഫിൽ വേണ്ടത്. നാം ലൈഫിൽ എന്താവണമെന്ന് തീരുമാനിക്കാൻ നമ്മളാ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എനിക്ക് ഇന്നത് വേണം എന്ന്, എനിക്ക് ഇന്നത് വേണം. അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഫുൾ ടൈം അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണമെന്നല്ല. നമ്മുടെ ജീവിതം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, നമ്മളുടെ സ്വപ്നങ്ങളെ നേരിടെ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നു. അത്തരത്തില് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യമായിട്ടും പറയാനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ എക്സാം, ഞാൻ ഇപ്പൊ PSC എഴുതി പ്രൈവറ്റ് ജോലി ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് അപ്പം PSC ട്രൈ ചെയ്തോന്ന് PSC ട്രൈ ചെയ്ത് അപ്പൊ പെട്ടെന്ന് തന്നെ വലിയ കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയത് കൊല്ലത്താണ്, എറണാകുളമാണ് പ്ലേസ്. എനിക്ക് വീട്ടിൽ നിന്ന് മാറിക്കാൻ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് LDCയുടെ എക്സാം വരുന്നുണ്ട്. സത്യം പറഞ്ഞ എക്സാം ഭയങ്കര ഈസിയാണ്. പക്ഷെ എന്റെ മനസ്സിൽ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. പോക്ക, ഞാൻ ആദ്യമേ കിട്ടിയത് ഇവിടെയാ, പോക്ക എനിക്കെല്ലാം അറിയുന്നത്, പക്ഷെ പോക്ക ചിന്തിച്ച് 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 എക്സാമിന് ഞാൻ കറക്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു എക്സാം വന്ന് ഞാൻ ഇവിടെ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് മറ്റേ ലീവ് എടുത്തിരുന്ന് പഠിച്ചാണ് ഞാൻ ഫുൾ സ്ട്രെച്ചിൽ 2 വർഷമായിട്ട് തുടർന്ന് ഇങ്ങനെ പഠിച്ചു വന്നിട്ടും എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്യാനിടയ്ക്ക് വേറൊരു എക്സാം എഴുതി, ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുണ്ട്. ആ എക്സാമിന് മുമ്പ് ഞാൻ എപ്പോഴും ഉറങ്ങണയിലൊക്കെ മുമ്പ് ഇങ്ങനെ എന്റെ മനസ്സിനെ പഠിപ്പിക്കും, ഈ എക്സാം എനിക്കുള്ള ഉറങ്ങണയിൽ മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓഫീസിൽ ഇരുന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാ. ഹെഡ്സെറ്റ് വെച്ചിട്ട് അപ്പൊ അവിടെ വർക്ക് കുറഞ്ഞ് അപ്പൊ എനിക്ക് ആ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റി. അതായത് എന്റെ മനസ്സിൽ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് ജോലി മേടിക്കാൻ പറ്റും, എനിക്ക് അത് എത്താൻ പറ്റില്ല ചിന്തിച്ചില്ല. പക്ഷെ LDക്ക് ഞാൻ എന്താ ചിന്തിച്ചോണ്ടിരുന്ന അറിയാമോ?
ആദ്യം കിട്ടിയതേ കൊല്ലത്താ, പോയി, എല്ലാം പോയി പോയി പോയി. അതുപോലെ തന്നെ സംഭവം കഴിഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കിട്ടും കിട്ടും കിട്ടും, പറ്റും പറ്റും പറ്റും. നമ്മൾ നമ്മുടെ ബെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിലവില് ഒരാളുടെ ഒരു കഥ പറയാനാണ് പോണത്. കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇന്നിപ്പോ ഞാൻ ലാപ്പ് എന്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. ഞാൻ ഹോസ്റ്റലിലാ. നിലവില് നിക് വുജിസിക് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇത് ക്ലാസ് കഴിയുമ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ സെർച്ച് ചെയ്തു. നിക് വുജിസിക് എന്ന് പറയുന്ന ഒരാള്. ആ ആളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കയ്യൂല 2 കാലൂല. ശരിക്കും ഒരു കോഴിക്കുഞ്ഞില് കയ്യും കാലും നമ്മൾ ഈ കടയിൽ നിന്ന് നല്ല ഫ്രഷ് കോഴി വാങ്ങിച്ചുകൊണ്ടുവരൂലേ, അതുപോലെ ഇരിക്കണ കയ്യൂല കാലൂല. അപ്പൊ നമ്മൾ അറിയാം, സുബിയ ഒക്കെ അറിയാന്ന് പറയണ്ടേ, അറിയാം. പുള്ളി എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണേ? ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ പിരിവിരുത്തിയ പൈസക്ക് ഭിക്ഷ യാചിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ കാശ് കിട്ടാൻ പറ്റിയ ഒരാള്. പക്ഷെ ഇന്ന് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? നമ്മളുടെ എക്കണോമിക് കോച്ചിൽ, അതായത് നല്ല എക്സിക്യൂട്ടീവ് കോച്ചിൽ ഒരു വിമാനത്തിൽ നിന്ന് അടുത്ത വിമാനത്തിൽ പോയിട്ട് ഇദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക. ഏറ്റവും വലിയൊരു സമ്പന്നനാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ആസ്ട്രിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ടെട്രാമേലിയ സിൻഡ്രോം ആണ് അദ്ദേഹത്തിന്റെ അസുഖം. ചിക്കൻ ലെഗ് എന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിലെയും കാലിനെയും വിശേഷിപ്പിക്കുന്നത്. കൈയുടെ ഈ വിരലൊന്നുമില്ല, ചെറുതായിട്ട് വിരലിന്റെ പോലൊരു സംഭവമുള്ളൂ, കാലുമില്ല, കാലിന്റെ പോലൊരു ഇതുള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചപ്പോഴേ ഈ ടെട്രാമേലിയ സിൻഡ്രോം എന്നുള്ള അസുഖം ബാധിച്ച. അപ്പൊ അയാള് സൂയിസൈഡിന് ശ്രമിച്ചത്. ഒരു ദിവസം സ്കൂളിൽ ചെന്നപ്പോ സ്കൂളിലെ തൂപ്പുകാരിയുടെ അടുത്ത് പറയാണ്, എന്നൊന്ന് വിഷം തന്നു കൊന്നു തരാമോ? അപ്പൊ ആ തൂപ്പുകാരി പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ആ തൂപ്പുകാരിയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറി. ഇന്ന് അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം ബുക്ക് എഴുതിയിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഇത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈക്കോ കാലിനോ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ? ഒരു കുറവും ആർക്കുമില്ല, എല്ലാവർക്കും എല്ലാ കഴിവുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് അപ്പുറമുള്ളവർക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, ബിസിനസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ ഇതെല്ലാം അവര് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയ. നമുക്കില്ലേ? നമുക്ക് ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്, നമ്മൾ വർക്ക് ചെയ്യണം. മറ്റൊരാളുടെ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നെഗറ്റീവിലേക്ക് പോകരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, 95% ആൾക്കാരും എന്താ? നെഗറ്റിവിറ്റിയുടെ ആൾക്കാരാ. മൊത്തം ആൾക്കാരും ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്താ അവര് പറയാൻ പോണത്? ഇൻ കേസ് ഇപ്പൊ നിങ്ങളൊരു പുതിയ ബിസിനസ്, നിങ്ങളൊരു ഓണ്ടർപ്രണർ ആവാൻ പോവാണ്, ആളുകൾ എന്ത് പറയും? നിങ്ങളുടെ നെയ്ബേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ എന്താ പറയാൻ പോകുന്നത്? അത് നീ ചെയ്താൽ ശരിയാവോ? എന്തൊക്കെ അതില് ഒരുപാട് റിസ്കുകൾ നമുക്ക് ഉണ്ടായിരിക്കും. നിനക്കതിന് പറ്റുമോ? നിനക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിന്നെ കൊണ്ട് പറ്റുമോ? ഇതൊക്കെ ആയിരിക്കും ആദ്യം പറയാ. ആണല്ലോ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരോടും പറയണത്. ഇതൊക്കെ തന്നെ എല്ലാവരോടും പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഈ 95% ആൾക്കാരും നമ്മളോട് പറയണെന്ത്? നീ ഇതിനൊന്നും പോണ്ട, ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഈ ജീവിതമേ ദുരന്തമാണ്. യെസ് മെഹറിൻ, ഇതൊക്കെ നടക്കോ? ഇതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കോ? ഒരു പുച്ഛ വിത്ത് ലോട്ട് ഓഫ് പുച്ഛ അല്ലേ ഇപ്പോഴത്തെ പിള്ളേര് പറയൂലേ? ലോട്ട് ഓഫ് പുച്ഛ, ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടങ്ങ് പറയും. എന്ത്? ഒരു ലോഡ് പുച്ഛായിട്ട് പറയും. എന്താ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, ഇതൊന്നും സാധിക്കൂല, ഇതൊന്നും നടക്കാനും പോണില്ല. പക്ഷെ എന്തുണ്ട്? നമ്മൾ ഇവരുടെ ഒന്നും വാക്കുകൾക്ക് എന്ത് ചെയ്ത് യാതൊരു വിലയും കൊടുക്കരുത്. നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് ചെയ്യുക? മാനിപ്പുലേറ്റ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. എനിക്ക് കഴിയും, ഐ ക്യാൻ നെവർ എവർ ഗിവ് അപ്പ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? വിട്ടുകൊടുക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കുക, ഫ്രീ ടൈമിൽ ഇരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക? സ്വപ്നം കാണുക. എങ്ങനെ സ്വപ്നം കാണുക? ഇപ്പൊ നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാറാണ് ആഗ്രഹിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നല്ലൊരു വീടാണ് ആഗ്രഹിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കുടുംബജീവിതമായിരിക്കും ആഗ്രഹിക്കുന്നതായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വപ്നം കാണുകയാണ് ആദ്യം ചെയ്യേണ്ടത്.